ഹായ്, ഞാൻ സെയ്ദ് CJ. എങ്ങനെ ഒരു നല്ലൊരു അക്കാഡമിക് കൗൺസിലർ ആവാം എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അക്കാഡമിക് കൗൺസിലർ ആവുക എന്ന് പറഞ്ഞാൽ ഇന്ന് നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു മേഖലയാണ്. പ്രത്യേകിച്ച് അക്കാഡമിക് കൗൺസിലർ ആകുമ്പോൾ നിങ്ങൾക്ക് നല്ല റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇന്ന് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നല്ല അക്കാഡമിക് കൗൺസിലർ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം മാർക്കറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള അക്കാഡമിക് കൗൺസിലേഴ്സ് ഇല്ല. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു അക്കാഡമിക് കൗൺസിലർക്ക് ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട 9 സ്കിൽ സെറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒരു അക്കാഡമിക് കൗൺസിലറെ ഏറ്റവും പ്രധാനമായിട്ടും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് അയാൾക്ക് എപ്പോഴും ഒരു ഫിനാൻഷ്യൽ ഗോൾ ഉണ്ടാവണം എന്നുള്ളതാണ്. ഓരോ മാസവും ഒരു 25,000 40,000 50,000 അല്ലെങ്കിൽ 50,000 മുകളിൽ നല്ല വരുമാനം ഉണ്ടാക്കണം എന്നുള്ള ഒരു നല്ല ഫിനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അക്കാഡമിക് കൗൺസിലർക്ക് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, അക്കാഡമിക് കൗൺസിലർ ആയിട്ട് മാറാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തെക്കുറിച്ചും ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചും അവിടെയുള്ള പ്രോഡക്റ്റിനെ കുറിച്ചും നല്ല അവെയർ ആയിരിക്കണം, അതിനെക്കുറിച്ച് നല്ല നോളജ് ഉള്ള ആൾക്കാരായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെയുള്ള ആ സ്ഥാപനത്തെക്കുറിച്ചും അവിടുത്തെ പ്രോഡക്റ്റിനെ കുറിച്ച്, അത് ഏതെങ്കിലും സർവീസ് ആവാം അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആവാം, അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടും അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ബെനഫിറ്റ്സ്, ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ അവിടെയുള്ള ഒരു പ്രോഗ്രാം ഒരു പാർട്ടിസിപ്പൻസ് എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് എന്തൊക്കെ ബെനഫിറ്റ്സ് ആണ് അതുകൊണ്ട് കിട്ടാൻ പോകുന്നത്, അയാളുടെ ലൈഫിൽ എന്തെല്ലാം ട്രാൻസ്ഫോർമേഷനാണ് അതിലൂടെ ലഭിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടും നമുക്ക് നോളജ് ഉണ്ടാവുക എന്നുള്ളതാണ് അക്കാഡമിക് കൗൺസിലർക്ക് ഉണ്ടാവേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ല്. ഒരു അക്കാഡമിക് കൗൺസിലർക്ക് ഉണ്ടാവേണ്ട വളരെ പ്രധാനപ്പെട്ട വേറൊരു സ്കില്ലാണ് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം എന്നുള്ളത്. ആൾക്കാരുമായിട്ടും പാർട്ടിസിപ്പൻസുമായിട്ടും ആ പ്രോഗ്രാം എടുക്കാൻ വരുന്ന ആൾക്കാരുമായിട്ട് ആ സ്ഥാപനത്തെക്കുറിച്ചും അവിടുത്തെ പ്രോഗ്രാമിനെക്കുറിച്ചും നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒരു എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്യുന്ന രീതിയിൽ ആൾക്കാർക്ക് കേട്ടിരിക്കാൻ തക്ക രീതിയിൽ അവിടുത്തെ കാര്യങ്ങളെ നമ്മൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് നല്ലപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിലും വളരെ മനോഹരമായിട്ട് ഒരാളെ ഇരുത്തി ഒരുപക്ഷെ നമ്മൾ ഡയറക്റ്റായിട്ട് അയാളോട് സംസാരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അയാളുമായിട്ട് നമ്മൾക്ക് ഒരു ടെലി കോൺഫറൻസിങ് ആവാം, ഫോണിലൂടെ സംസാരിക്കുന്നതാവാം, അല്ലെങ്കിൽ സൂം പോലത്തെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലൂടെ സംസാരിക്കുമ്പോഴും അയാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അയാളുടെ ലൈഫിൽ ഈ ഒരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയോ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും, അയാളുടെ ലൈഫിൽ ടോട്ടൽ ചേഞ്ചസ് വരും, അയാൾക്ക് അതുകൊണ്ട് ധാരാളം ബെനിഫിറ്റ്സ് കിട്ടും എന്നതൊക്കെ അയാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അയാളിലൊരു എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്യത്തക്ക രീതിയിലുള്ള മനോഹരമായ പ്രസൻറ്റേഷൻ സ്കില്ലും ഒരു അക്കാഡമിക് കൗൺസിലർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അക്കാഡമിക് കൗൺസിലർക്ക് ഉണ്ടാവേണ്ട വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു ക്വാളിറ്റി അല്ലെങ്കിൽ അടുത്തൊരു സ്കിൽ സെറ്റാണ് ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് ദെൻ ക്ലോസിംഗ് ടെക്നിക്സ്. ഈ രണ്ട് മേഖലയിലും നല്ലപോലെ സ്കിൽ ഉണ്ടാവണം. നമ്മളെ കോഴ്സിനെ പറ്റിയോ അല്ലെങ്കിൽ നമ്മളെ പ്രോഗ്രാമിനെ കുറിച്ചോ നമ്മൾ ഒരു അക്കാഡമിക് കൗൺസിലർ ഒരു സ്റ്റുഡൻസിനോടോ അല്ലെങ്കിൽ പ്രോഗ്രാമിലേക്ക് വരാൻ പോകുന്ന ആളോട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അയാൾ ധാരാളം ഒബ്ജക്ഷൻസ് ഇടും. ഒരു പക്ഷേ പ്രൈസിങ് ഒബ്ജക്ഷൻസ് ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒബ്ജക്ഷൻസ് ഇടാം. ഈ പ്രോഗ്രാം കൂടുതൽ യൂസ്ഫുൾ ആകണമെന്നില്ല, അങ്ങനെയൊക്കെ തരത്തിലുള്ള പല രീതിയിലുള്ള ഒബ്ജക്ഷൻസ് അയാളിടും. അത് ഹ്യൂമൻ ബ്രെയിൻ്റെ ഒരു നാച്ചുറാണ്. നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിലും ഏതൊരു സർവീസ് എടുക്കുകയാണെങ്കിലും സ്വാഭാവികമായിട്ടും അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ പോലും 4 ഒബ്ജക്ഷൻസ് മിനിമം ഇടുമെന്നാണ് പറയുക. അപ്പോൾ ഒബ്ജക്ഷൻസ് ഒരു കസ്റ്റമർ ഇട്ടാൽ പോലും ആ ഒബ്ജക്ഷൻസിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒരു അക്കാഡമിക് കൗൺസിലർക്ക് ഉണ്ടായിരിക്കണം. എത്ര നല്ല പ്രസൻറ്റേഷൻ കൊടുത്താലും എത്ര നല്ല രീതിയിൽ ഒബ്ജക്ഷൻസ് ഹാൻഡിൽ ചെയ്താലും ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ ഒരാളെ ആ പ്രോഗ്രാമിലേക്ക് കൃത്യമായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലോസ് ചെയ്തിട്ട് അതിലേക്ക് എൻറോൾ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ അതിലേക്ക് അഡ്മിഷൻ ആക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. ക്ലോസിംഗ് ടെക്നിക്ക് നല്ലപോലെ പഠിക്കണം. ഈ പറയുന്ന സ്കിൽ സെറ്റൊക്കെ നല്ലപോലെ നേടിക്കഴിഞ്ഞാൽ ഓരോ മാസവും നല്ല റവന്യൂ ഒരു കൗൺസിലർക്ക് നേടിയെടുക്കാൻ പറ്റും. അക്കാഡമിക് കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാവേണ്ട വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു സ്കിൽ സെറ്റാണ് മെയിൻറ്റെയിനിങ് അപ്ഡേറ്റഡ് റിപ്പോർട്ട്സ് ആണ്. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിപ്പോർട്ട്സുകൾ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. നമ്മൾ ചെയ്ത വർക്കിനെ കുറിച്ചും ഇതുവരെയുള്ള പ്രസൻറ്റ് സ്റ്റാറ്റസിനെ കുറിച്ചും നമ്മൾ ഓരോ തരത്തിലുള്ള കസ്റ്റമേഴ്സിനെ അപ്രോച്ച് ചെയ്യുമ്പോഴും അവരുടെ കറക്റ്റ് സ്റ്റാറ്റസ് എന്താണ്, അവരുടെ റെസ്പോൺസ് എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ പ്രോപ്പറായിട്ടുള്ള റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ കുറിച്ചും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ടെക്നിക്സിനെ കുറിച്ചും നല്ലപോലെ അവയർനെസ് ഉണ്ടാവണം എന്നുള്ളതാണ്. നമുക്കറിയാൻ പറ്റും ഇന്ന് എല്ലാ ബിസിനസ്സുകളും മെജോറിറ്റി ബിസിനസ്സുകളും അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ച് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ്. ധാരാളം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇന്ന് അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന
ഇൻസ്റ്റഗ്രാം ആവാം, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആവാം, യൂട്യൂബ് ആവാം, ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ കുറിച്ചും ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് മാർക്കറ്റിംഗ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ മാർക്കറ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ചും, പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ധാരാളം ടൂൾസുകളും ടെക്നിക്സും ഉണ്ട്. പ്രത്യേകിച്ച് ഓൺലൈൻ തന്നെ പലതരത്തിലുള്ള ടെക്നിക്സും ടൂൾസും ഒക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് നല്ല അവെയർനെസ് ഉള്ള ഒരാളായിട്ട് ഒരു അക്കാഡമിക് കൗൺസിലറെ പോയി മാറണം എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊക്കെ നല്ലപോലെ അവെയർനെസ് ഉള്ളൊരു കൗൺസിലർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല എൻറോൾമെൻറ്റ് ഉണ്ടാക്കിയെടുക്കാനും നല്ലപോലെ പ്രൊഡക്റ്റിനെ കുറിച്ചും സർവീസിനെ കുറിച്ചും കസ്റ്റമേഴ്സിനെ പറഞ്ഞ് ഫലിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ടിലേക്ക് എത്തിക്കാൻ ഒരു സ്ഥാപനത്തെ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളത്. അക്കാഡമിക് കൗൺസിലർക്ക് ഉണ്ടാവേണ്ട വേറൊരു പ്രധാന ക്വാളിറ്റിയാണ് കണക്റ്റിംഗ് സ്റ്റുഡൻസ് വിത്ത് റിസോഴ്സസ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഒരുപാട് നല്ല നല്ല റിസോഴ്സുകൾ ഉണ്ടാവും. അവിടുത്തെ നല്ല ട്രെയിനേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള മറ്റ് പേഴ്സൺസ് ഉണ്ടാവും. അവരുമായിട്ട് സ്റ്റുഡൻസിനെ നല്ലപോലെ കണക്ട് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അതുപോലെ അവിടെയുള്ള ഒരുപാട് വർക്കുകൾ ഉണ്ടാവും. അവിടെയുള്ള മറ്റു പല റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിനെ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യിപ്പിക്കാൻ ഒരു അക്കാഡമിക് കൗൺസിലർക്ക് പറ്റിക്കഴിഞ്ഞാൽ നല്ലപോലെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനും നല്ല അച്ചീവ്മെൻറ്റ്സിലേക്ക് എത്താനും ഒരു അക്കാഡമിക് കൗൺസിലർക്ക് പറ്റുമെന്നുള്ളതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കിൽ സെറ്റാണ് പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു കസ്റ്റമർ അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ കോഴ്സിനെ പറ്റിയോ നമ്മളെ പ്രോഗ്രാമിനെ കുറിച്ചോ നമ്മളൊരു സ്റ്റുഡൻസുമായിട്ടോ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ഒരാളുമായിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ ഒബ്ജക്ഷൻ ഇടാം, അയാൾ നമ്മളെക്കുറിച്ച് നെഗറ്റീവ് പറയാം, അല്ലെങ്കിൽ റിജക്ഷൻ ഇടാം, അതൊക്കെ താല്പര്യമില്ല എന്ന് പറയാം. ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ പോലും നമ്മൾ ഒരു പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് ഒരാൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല കോൺഫിഡൻസോട് കൂടി നമ്മൾ പ്രോഗ്രാമിനെ കുറിച്ച് അവയർനെസ് കൊടുക്കാനും സ്റ്റുഡൻസിനെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുവാനും പാർട്ടിസിപ്പൻസിന് വേണ്ട എല്ലാ സജഷൻസ് കൊടുക്കുവാനും അതുപോലെ കമ്പനി അടുത്ത സ്റ്റേജിലേക്ക് എത്തിക്കാനൊക്കെ ഒരു അക്കാഡമിക് കൗൺസിലർക്ക് പറ്റുമെന്നുള്ളതാണ്. ഇത്രയും ക്വാളിറ്റിയുള്ള നല്ലൊരു അക്കാഡമിക് കൗൺസിലറായിട്ട് മാറാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോ മാസവും നല്ല റവന്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഫിനാൻഷ്യൽ അബണ്ടൻസ് ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊഫഷണലായിട്ട് മാറാമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് മാർക്കറ്റിൽ പല സ്ഥാപനങ്ങൾക്കും നല്ല ക്വാളിറ്റിയുള്ള അക്കാഡമിക് കൗൺസിലേഴ്സിന് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു എക്സ്പേർട്ട് അക്കാഡമിക് കൗൺസിലർ ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത സബ്ജക്റ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്